അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളുടെ സദസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഈ സദസ്സിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ദൈലമി റിപ്പോർട്ട് ചെയ്തു, ദിക്റുൽ അംബിയാഇ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറ. അമ്പിയാക്കളുടെ മഹത്വം പറയൽ അത് ആരാധനയാണ്, ഇബാദത്താണ്. അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ വലിയ ശ്രേഷ്ഠതയുള്ള മഅസൂമികളായ അടിമകളാണ്. ഒരു തെറ്റും കുറ്റവും ജീവിതത്തിൽ സംഭവിക്കാത്തവരാണ് മഹാന്മാരായ അമ്പിയാക്കൾ. എന്നാൽ ആ അമ്പിയാക്കളെ മൗലിദും അവരുടെ പേരിൽ മദ്ഹൊക്കെ പറയുകയും പാടുകയും ഓതുകയും ഒക്കെ ഇബാദത്തുൻ, അത് ആരാധനയാണ്. എന്നാൽ ഔലിയാക്കളുടെ മഹത്വം പറയും, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്ത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ആയുസ് ആ റബ്ബിന്റെ പൊരുത്തത്തിലായി ചിലവഴിച്ച് ഔലിയ എന്ന് പറയുന്ന വലിയ എന്ന ഒരു സ്ഥാനത്തിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ അൽ ആരിഫു ബില്ലാഹി തആല വ സിഫാത്തിഹി, അള്ളാഹുവിനെയും അവന്റെ മുഴുവൻ സിഫത്തുകളെയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് ആ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് ആ റബ്ബിലേക്ക് അടുത്ത ആളുകളാണ് ആ ഔലിയാക്കൾ, മഹാന്മാർ. സുന്നത്തായ ഒരുപാട് അഅ്മാലുകൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് ഔലിയാഇന്റെ സ്ഥാനത്തേക്ക് എത്തി അവരിൽ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ പ്രകടമാകുക. മസാല അബ്ദി ബിൻ നവാഫിൽ യഖ്റുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല. മഹത്വത്തിലേക്ക്, ഉന്നതമായ പദവിയിലേക്ക് എത്താൻ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. മഹാന്മാരങ്ങനെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. അങ്ങനെ അടുക്കുമ്പോൾ അവരിൽ നിന്ന് പ്രകടമാകുന്ന കഴിവുകൾ ഒരു മനുഷ്യന്റെ കഴിവ് എന്നതിൽ ഉപരി എത്രയോ വിശാലമായ കഴിവുകളാണ്. ഖുദ്സിയായ ഹദീസ് തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. അള്ളാഹുവിലേക്ക് ഒരാൾ അടുക്കുകയും ഇഷ്ടം വെക്കുകയും ചെയ്താൽ കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യബ്സുറു ബിഹി വയദഹുല്ലദീ യബ്തിശു ബിഹാ. അള്ളാഹു പറയുകയാണ്, അവരുടെ കണ്ണ് ഞാനാകും, അവരുടെ കയ്യ് ഞാനാകും, അവർക്കെല്ലാവിധ കഴിവുകളും അള്ളാഹു കൊടുക്കുമെന്നാണ്. മഹാന്മാർക്ക് അള്ളാഹുവിലേക്ക് അടുത്തപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് മനുഷ്യന്റെ കഴിവിനേക്കാൾ അപ്പുറത്തുള്ള കഴിവുകൾ. നമ്മുടെ കണ്ണിന്റെ കാഴ്ചക്ക് തൊട്ടു മുന്നിൽ ഒരു മറ വീണാൽ അപ്പുറത്ത് കാണാൻ കഴിയില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് മറയല്ല, കിലോമീറ്ററുകളല്ല, മൈലുകൾക്കപ്പുറമുള്ളതും കാണാനും അറിയാനും കഴിയുന്ന ഒരു കഴിവ് അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ട് ഈ സദസ്സ് മഹാന്മാരായ ശുഹദാക്കൾ ഏറുവാടിയിൽ നിന്ന് കാണും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹു ആ നിലക്ക് സ്വീകരിക്കുമാറാകട്ടെ, ആ നിലക്ക് അള്ളാഹു കബൂലാക്കട്ടെ. അവരെ മൗലിദ് ഓതുമ്പോൾ, അവരെ മദ്ഹ് പറയുമ്പോൾ, അവരെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ ഇതൊക്കെ ആ മഹാന്മാര് കാണുകയും ഇടപെടുകയും ചെയ്യും. മാത്രവുമല്ല, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു പറഞ്ഞു, വദിക്റു സ്വാലിഹീന കഫാറ. സ്വാലിഹീങ്ങളുടെ മഹാന്മാരുടെ മദ്ഹ് പറയൽ, മൗലിദ് ഓതൽ, അവരെ പേരിൽ ഖുർആൻ പാരായണം ചെയ്യൽ, ആണ്ടുനേർച്ച നടത്തല്, അവരെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോകുന്ന പാകപ്പിഴവുകൾ അള്ളാഹു പൊരുത്തപ്പെട്ടു തരാനുള്ള വഴിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ മൗലിദിന്റെ സദസ്സ്, ഈ മജ്ലിസ് ഒക്കെ നടത്തുമ്പോഴുള്ള നേട്ടം നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു പോകുമെന്നാണ്.
അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങൾ പൊരുത്തപ്പെട്ടു പോകുമെന്നാണ്. അല്ലാഹു ആ നിലക്ക് നമ്മുടെ എല്ലാ പാപക്കറകളും നമ്മിൽ നിന്നും മായ്ച്ച് നമ്മളൊക്കെ അല്ലാഹു മുത്തഖീങ്ങളായ അടിമകളിൽ ചേർത്തുമാറാകട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, റമദാൻ നമ്മളിലേക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. റമദാനു ശരീഫിനെ വരവേൽക്കാൻ നമ്മൾ വലിയ രൂപത്തിൽ തയ്യാറെടുപ്പ് നടത്തേണ്ട സമയങ്ങളാണ്, വിലപ്പെട്ട സമയങ്ങളാണ് കടന്നു പോകുന്നത്. ആ റമദാനിന്റെ വരവേൽപ്പിന്റെ ഭാഗമായി നമ്മൾ വീടുകളും പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാറുണ്ട്. നനച്ചുള്ളിന്നോ മറ്റു പല പേരിലോ എന്തോ ആവട്ടെ, നമ്മൾ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കും. വീട്ടിന്റെ ഉള്ളിലുള്ള മുഴുവൻ വസ്തുക്കളും നമ്മൾ അത് എടുത്ത് പൊടി തട്ടി വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി സാധാരണ അല്ലാത്ത രൂപത്തിൽ വീട് പൂർണ്ണാർത്ഥത്തിൽ എല്ലാ മുക്കിലും മൂലയിലും നമ്മൾ ശരിക്ക് പരിശോധന നടത്തി വൃത്തിയാക്കാറുണ്ട്. അത് റമദാനിന്റെ വരവേൽപ്പിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ഉമ്മമാരെ, സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, വീടും പരിസരവും മാത്രം വൃത്തിയാക്കിയത് കൊണ്ട് റമദാന് കിട്ടിയിട്ട് വിജയിക്കാമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. ആ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നതിന് മുമ്പ് അവരുടെ ഖൽബാണ് വൃത്തിയാക്കേണ്ടത്. ഖൽബിലുള്ള എല്ലാ ദുഷിച്ച ചിന്തകളും ഒഴിവാക്കണം. ഖൽബിലുള്ള എല്ലാ വെറുപ്പുകളും നീക്കം ചെയ്യണം. ഖൽബിന്റെ അകത്തുള്ള വിദ്വേഷവും പകയുമെല്ലാം തുടച്ചു നീക്കേണ്ടതുണ്ട്. ആ ഖൽബ് വൃത്തിയായിട്ടില്ല എങ്കിൽ എത്ര റമദാൻ കിട്ടിയിട്ടും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. ബറാഅത്ത് രാവ് ദുആക്ക് വലിയ ഇജാബത്തുണ്ട് എന്ന് തങ്ങൾ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. എന്നാൽ ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളിൽ പോലും അല്ലാഹു ദുആ സ്വീകരിക്കാത്ത ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, ഓ ആയിഷ, ദുആക്ക് ഇജാബത്തുള്ള സമയം, അല്ലാഹു ദുആ സ്വീകരിക്കും എന്ന് ഉറപ്പുള്ള സമയം, ആ സമയത്തും അല്ലാഹു ദുആ സ്വീകരിക്കാത്ത ചില ആളുകളുണ്ട്. ആരാണ് ആ ആളുകൾ എന്നറിയുമോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. ഈമാനുള്ള ഉമ്മമാർ, ഉപ്പമാർ, സഹോദരന്മാർ, ഞാനടക്കം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് പറയുന്നത്. ദുആക്ക് ഇജാബത്ത് ഉറപ്പുള്ള ആ സമയം അല്ലാഹു സ്വീകരിക്കാത്ത ആളുകള് മനസ്സിൽ പകയും വിദ്വേഷവും വെറുപ്പും പുലർത്തുന്ന ആളുകളാണ്. ഖൽബിന്റെ അകത്ത് മറ്റൊരാളോട് വെറുപ്പാണ്. അത് സ്വന്തം ഉമ്മയാവാം, ഉപ്പയാകാം, ഭാര്യയാവാം, ഭർത്താവാകാം, അല്ലെങ്കിൽ സഹോദരനാവാം, സഹോദരിയാകാം, കൂട്ടുകുടുംബങ്ങളാകാം, നാട്ടുകാരാവാം, അയൽവാസികളാകാം, എവിടെയോ ഉള്ള ആളുകളോടാകാം. ആരോടാണെങ്കിലും ഖൽബില് വിദ്വേഷമുണ്ടോ? ഖൽബില് പകയുണ്ടോ? എത്ര റമദാന് കിട്ടിയിട്ടും, എത്ര ബറാഅത്ത് രാവ് കിട്ടിയിട്ടും, എത്ര വലിയ ശ്രേഷ്ഠമായ രാപ്പകലുകൾ ലഭിച്ചിട്ടോ, എത്ര നോമ്പെടുത്തിട്ടും നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹ്ക്ക് നിങ്ങളെ ദുആ വേണ്ട. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അതുകൊണ്ട് ഖൽബ് നന്നാക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വസ്ത്രത്തിന്റെ വെളുപ്പിലേക്കല്ല നോക്കുന്നത്, ശരീരത്തിന്റെ സൗന്ദര്യത്തിലേക്കല്ല നോക്കുന്നത്, നീ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളിലേക്കല്ല അല്ലാഹു നോക്കുന്നത്. വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയത്തിൽ ഒരു വെറുപ്പ് വെച്ച്, വിദ്വേഷം വെച്ച്, പക വെച്ചുകൊണ്ട് അതേ കിബറും ഹസദുമായിട്ടാണ് നമ്മൾ കഴിയുന്നത് എങ്കിൽ അല്ലാഹു നമ്മളെ ദുആ സ്വീകരിക്കൂല. അല്ലാഹുവേ, നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്തിന്റെ പേരിലാകട്ടെ, ആരോടാകട്ടെ, എന്ത് വെറുപ്പുണ്ടോ, എന്ത് വിദ്വേഷമുണ്ടോ, എന്ത് പകയുണ്ടോ, എല്ലാം നിങ്ങൾ പൊരുത്തപ്പെടിക്കുക. എന്നിട്ട് ഖൽബൊന്ന് ശുദ്ധിയാക്കുക. എന്നിട്ട് നിങ്ങൾ റമദാനിനെ സ്വീകരിക്കുക. ആ റമദാനിന്റെ രാപ്പകലുകളിൽ ധന്യമാക്കുക. ആ റമദാനിന്റെ രാത്രികളിൽ ഹയാത്താക്കുക. ആ റമദാനിന്റെ പകലുകളിൽ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്ന, വെറും പട്ടിണിയല്ല, നോമ്പുകാരായി ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഒരാളോട് വെറുപ്പ് വെച്ചിട്ട് കൽബിൽ ഒരു വിദ്വേഷം വെച്ചിട്ട് പക വെച്ചിട്ട് നമ്മൾ നടക്കുമ്പോ നമ്മളെ ഇബാദത്ത് ചെയ്താല് നമ്മൾ എത്ര നിസ്കരിച്ചാലും ഉമ്മുമ്മ നിങ്ങൾ എത്ര തന്നെ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലുള്ള സമയത്ത് നിങ്ങൾ നിസ്കാരക്കുപ്പായം ഊരിവെക്കാതെ തസ്ബീഹ് മാല മറിച്ചാലും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ കൽബ് വൃത്തിയാവണം കേട്ടോ. ആ കൽബ് ശുദ്ധിയാവണം കേട്ടോ. ഇല്ല എങ്കിൽ അല്ലാഹു സ്വീകാര്യത നൽകൂല. ആ തങ്ങൾ തന്നെ തുടർന്ന് എണ്ണിയ കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഉമ്മയെയും ഉപ്പയെയും വേദനിപ്പിക്കുന്ന ആളുകളാണോ നിങ്ങളെ ദുആവും അല്ലാഹുക്ക് വേണ്ട. അതുപോലെ വീണ്ടും എണ്ണി പറഞ്ഞു, കുടുംബക്കാരെ ഇടയിൽ ഭിന്നതയുണ്ടാക്കുന്ന ആളുകൾ നിങ്ങളെ ദുആ അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മളെല്ലാവരും നന്നാവുക, ഞാനടക്കം നന്നാവുക. ആരെയും ഉപദേശിക്കുകയല്ല, ഞാൻ അർഹനല്ല, ഉണർത്തിയെന്ന് മാത്രം അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഇനി എത്ര കാലം ഇവിടെ ജീവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഇന്ന് രാത്രി എനിക്ക് പാലക്കാടാണ് മജ്‌ലിസ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആയുസ് തന്നാൽ പങ്കെടുക്കും. നാളെ എനിക്ക് പരിപാടിയുള്ളത് തമിഴ്നാട് ഊട്ടിയിലാണ്. അങ്ങോട്ട് എത്തുമെന്നുള്ളതിന് എന്ത് ഉറപ്പുണ്ട്? ഒരു ഉറപ്പുമില്ല. അള്ളാഹു തൗഫീഖ് തന്നാൽ എത്തും, അത്രയേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അള്ളാഹു നൽകിയ ആയുസ്സാണ്. ഒരാളുടെ ജനനം എപ്പോഴാണ്, ഒരാളുടെ മരണം എപ്പോഴാണ്, അത് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. എപ്പോഴാണ് ഭാര്യ ഒന്ന് പ്രസവിക്കുക, എപ്പോഴാണ് സഹോദരി ഒന്ന് പ്രസവിക്കുക, നമ്മൾ നിശ്ചയിച്ച സമയത്താവൂല. നമ്മളും ഡോക്ടർമാരൊക്കെ കുറെ കണക്കുകൾ കൂട്ടിക്കിഴിച്ച് ഹരിച്ച് ഗുണിച്ച് ഒരു സമയം പറയും. പക്ഷേ ആ സമയത്ത് പ്രസവം നടന്നോളണമെന്നില്ല. എന്നാൽ അതുപോലെ തന്നെ എപ്പോഴാണ് ഒരാൾ മരിക്കുക, ഒന്നിനും കഴിയാതെ കിടപ്പ് രോഗിയായിട്ടുണ്ട്, വെന്റിലേറ്ററിലാണ്, മിഷേനിന്റെ സഹായത്തിൽ മിടിപ്പുണ്ട്, ഇന്ന് ഇദ്ദേഹം മരണപ്പെടും എന്ന് പ്രതീക്ഷിച്ച് ആ മരണത്തെ കാത്തിരിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ എത്രയോ ആളുകൾ ഇപ്പോഴും കിടപ്പിലാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, ഭർത്താവ് സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഭാര്യയ്ക്കൊരു കുഴപ്പമില്ല, പക്ഷേ ആ ഭാര്യയാണ് പെട്ടെന്ന് മരണപ്പെട്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യന്മാരാകുന്ന നമ്മളെ അവസ്ഥ ഇത്രയാണ്. പിന്നെ എന്തിനാ നമ്മൾ കിബർ കാട്ടുന്നത്? എന്തിനാ അഹങ്കാരം കാട്ടുന്നത്? എന്തിനാ ആളുകളോട് വെറുപ്പ് വെക്കുന്നത്? എന്തിനാണ് നമ്മൾ ആളുകളോട് വിദ്വേഷം പുലർത്തുന്നത്? എന്തിനാ വർഗീയത ഉണ്ടാക്കുന്നത്? എന്തിനാ നമ്മൾ വിഭാഗീയത ഉണ്ടാക്കുന്നത്? സ്വന്തം വീട്ടിലെന്തിനാ കലഹങ്ങൾ ഉണ്ടാക്കുന്നത്? നാട്ടിലെന്തിനാ, അയൽവാസികളിൽ എന്തിനാ, കുടുംബങ്ങളിൽ എന്തിനാ നമ്മൾ വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? മരിച്ചു പോകുമ്പോ നമുക്ക് ഇതൊന്നുമില്ലാതെ ചെയ്ത അമലുമില്ല, ആളുകളെ വെറുപ്പിച്ചതിന്റെ പേരിൽ ആ ആളുകൾ ചെയ്ത തിന്മ കൂടി നമ്മുടെ കിതാബിലേക്ക് അല്ലാഹു രേഖപ്പെടുത്തിയിട്ട് ആ കിതാബ് കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ ഈ ദുനിയാവിൽ ജീവിച്ച ആയുസ്സുകാലം മുഴുവനും ആഖിറത്തിൽ വലിയ നഷ്ടത്തിലായി പോയാൽ മുഅ്മിനീങ്ങളെ പരാജയം തന്നെ. മഅദല്ലാഹ്, അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ നന്നാവാൻ വേണ്ടിയാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളായി തീരാനാണ് റമദാൻ നൽകിയത്. അതുകൊണ്ട് മുത്തഖീങ്ങളാവണം, തഖ്വയുള്ളവരാകണം. തഖ്വ എവിടെയാണ്? അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഖൽബിലാണ്. അതുകൊണ്ടാണ് ഖൽബ് ശുദ്ധിയാക്കണമെന്ന് പറഞ്ഞ്. ഇനി എന്താണ് തഖ്വ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുക, അത് തഖ്വയുടെ ഒരു ഭാഗമാണ്. അല്ലാഹു പറഞ്ഞ ഓരോ വിഷയങ്ങൾ ജീവിതത്തിൽ പകർത്തുക, അത് ജീവിതത്തിൽ കൊണ്ടുവരിക. പക്ഷേ അതുകൊണ്ട് മാത്രം മുത്തഖിയാവൂല. പിന്നീട് പറയുകയാണ്, അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ, ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കലാണ്. തഖ്വ എന്ന് പറഞ്ഞ കൽപ്പിച്ചത് ചെയ്യല് മാത്രമല്ല, വിരോധിച്ചത് ഒഴിവാക്കലും കൂടിയാണ്. അതുകൊണ്ട് ഹറാമ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം, തിന്മ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം, വെറുപ്പും വിദ്വേഷവും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അല്ലാഹു നോക്കുന്ന ഖൽബ് തഖ്വയുള്ളൊരു ഖൽബാക്കിയിട്ട് ഈ ലോകത്തുനിന്ന് യാത്ര പോകുമ്പോൾ ഒരു മുത്തഖിയായി നല്ല
തഖ്വയുള്ള അമാലുകൾ കൊണ്ട് പോകാൻ കഴിയണം. കൈഫർ റഹീലു ബിലാ സാദിൻ ഇലാ വതനി ലാ യൻഫഉൽ മർഅ ഫീ ഗൈരി തഖ്വാഹു. മഹാന്മാര് പറയുകയാണ്, എപ്പോഴാണ് ഈ ദുനിയാവിൽ നിന്നൊരു യാത്ര പോകാനുണ്ടല്ലോ, ആ യാത്രയുടെ സമയത്ത് ഒന്നും തന്നെ കൊണ്ടുപോകാൻ കഴിയൂല. ഒരാളോടും യാത്ര പറയാൻ കഴിയില്ല. ആരോടും തന്നെ ഞാൻ പോയി വരാമെന്ന് പറയാൻ കഴിയില്ല. വിദേശത്ത് പോകുന്ന പ്രവാസി പാസ്പോർട്ടും ടിക്കറ്റും വിസയും ഒരുക്കി വെച്ചിട്ട് ഇന്ന സമയത്താണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് 2 വർഷം കൊണ്ട് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിലാണെങ്കിലും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു മാനസികമായി വലിയ പ്രയാസം തന്നെയാണ്. എന്നാൽ 2 വർഷം കൊണ്ട് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടാണ് പോകുന്നത്. എന്നാലും സങ്കടം തന്നെ. എന്നാൽ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ ദുനിയാവിൽ നിന്നൊരു യാത്ര പോകാനുണ്ട്. ആ യാത്ര ഏതു സമയത്താണെന്നറിയില്ല. അൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅ്ലിഹി, കാലിൽ ധരിച്ച ചെരുപ്പിന്റെ വാറ് തൊലിയോട് ചേർന്ന് കിടക്കുന്നത് പോലെ കൂടെ മരണം സഞ്ചരിക്കുകയാണ്. അല്ലാഹുവേ, ആഖിബത്ത് നന്നായി മരിക്കുന്ന ഫായിസീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അങ്ങനൊരു മരണം വരാനുണ്ട്. ആ സമയത്ത് പൊരുത്തപ്പെടിക്കാൻ നമുക്ക് അവസരം കിട്ടൂല. ആ സമയത്ത് ആരോടും ഒന്ന് പോകട്ടെ, ഞാൻ ഇന്ന സമയത്ത് വരാമെന്ന് പറയാൻ അവസരം ലഭിക്കൂല. അങ്ങനത്തെ ഒരു യാത്ര ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാനുള്ളതാണ്. ആ യാത്ര പോയി കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേഷൻ ഉണ്ട്, അത് ഖബറാണ്. അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആ ഖബറുണ്ടല്ലോ, ആദ്യത്തെ സ്റ്റേഷനാണ്. അവിടെ ആര് രക്ഷപ്പെടുന്നോ അവർക്ക് വിജയമാണ്. ആ ഖബറിലേക്ക് പോകുമ്പോ അവിടെ ഉപകാരത്തോടുകൂടി ഫലം ചെയ്യുന്ന ഒരു അമല് പറഞ്ഞത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. അതുകൊണ്ട് നല്ലൊരു മുത്തഖിയായി തീരാൻ വിശുദ്ധ റമദാനുകൾ എത്രയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് സാധിച്ചിട്ടില്ല. ഈ റമദാൻ കിട്ടിയാൽ ഇതിന്റെ അവസാന റമദാനാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ റമദാൻ നല്ല രൂപത്തിലാക്കി മാറ്റണം, ഒരു മുത്തഖിയായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുകൊണ്ട് തന്നെ ഒരു മുത്തഖിയാവാൻ നമ്മൾ തീരുമാനിക്കുക. റമദാൻ എത്തും മുമ്പ് തന്നെ ഖൽബൊന്ന് വൃത്തിയാക്കുക. എല്ലാം വൃത്തിയാക്കി നമ്മൾ നല്ലൊരു ജീവിതത്തിന്റെ അടിമകളായി മാറുക. സോഷ്യൽ മീഡിയയിൽ പലതും കാണും, പല രൂപത്തിലുള്ള പ്രചരണങ്ങളും കാണും. എല്ലാം കിട്ടുമ്പോ സത്യം എന്തെന്ന് അന്വേഷിക്കാതെ അതിങ്ങനെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തൊരു കളവിന്റെ പ്രചാരകരായി നമ്മൾ മാറരുത്. ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗം അധികരിച്ചുകൊണ്ടിരിക്കുക. സ്റ്റാറ്റസുകളും സ്റ്റോറികളും അതുപോലെ തന്നെ അതിന്റെ ഷെയറുകളും അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല സൂക്ഷിക്കണം. ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് തൗഫീഖ് സഖാഫി മസ്തറുൽ ഖൈറാത്ത് എന്ന വളാഞ്ചേരി കരിപ്പോടുള്ള ഒരു സ്ഥാപനം, 100ലേറെ മുതഅല്ലിമീങ്ങൾ നല്ല അച്ചടക്കത്തോടുകൂടി പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. എനിക്കിഷ്ടപ്പെട്ട ദർസുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദർസ് കൂടിയാണ്. അള്ളാഹു അവിടുത്തെ ഉസ്താദുമാർക്കും മക്കൾക്കും സ്നേഹികൾക്കൊക്കെ വലിയ ബറക്കത്ത് നൽകട്ടെ. അവിടുത്തെ ഒരു കുട്ടിയുടെ ഒരു പ്രഭാഷണം സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വൈറലായി ആളുകളിലേക്ക് ഇങ്ങനെ എത്തിയപ്പോ ഏതോ ഒരാൾ എന്നോട് ആ മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ്. ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു, ഹാഫിള് മസ്ഊദ് സഖാഫി മർഹൂം, അല്ലാഹു നീ ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ. പെട്ടെന്ന് നമ്മോട് യാത്ര പറഞ്ഞ ഉസ്താദാണ്. ആ ഉസ്താദിന്റെ ഫോട്ടോ ഇത് ഉപ്പയാണ്, ഈ കുട്ടിയുടെ ഫോട്ടോ ഇത് മകനാണ്. എന്നോട് ചോദിച്ചു, ഇത് ഉപ്പയും മകനും തന്നെയാണോ? ഞാൻ പറഞ്ഞു അല്ല, മസ്ഊദ് സഖാഫിന്റെ മകനല്ല അത്. ഏതോ ഒരാൾ തോന്നിയത് പോസ്റ്റ് ചെയ്തു പോയി. അതെല്ലാവരും എടുത്ത് ഷെയർ ചെയ്യുക. പാവപ്പെട്ട ആളുകൾ ആ കളവ് വിശ്വസിക്കുകയാണ്. ആ എഴുതി വിടുന്ന ആൾക്ക് എന്ത് അധികാരമുണ്ട് ആ കുട്ടിയുടെ പിതാവ് ഇതാണെന്ന് പറയാൻ? ആ എഴുതി വിടുന്ന ആൾക്ക് എന്തുണ്ട് ഇതിലെ സത്യമെന്ന് അന്വേഷിക്കാൻ കഴിയാതെ പോയത്?
അതുകൊണ്ട് അങ്ങനെ പല രൂപത്തിലുള്ള കള്ളപ്രചരണങ്ങളും നടക്കുമ്പോ നമ്മളതിന്റെ ഇടയിൽ പെട്ടുപോകരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു ആ മുതഅല്ലിമിന് വലിയ കാവലും വലിയ ഉയർച്ചയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് വരും. ഇനി റമദാനൊക്കെ ആകുമ്പോ പല രൂപത്തിലുള്ള പോസ്റ്റുകളും വരും. എല്ലാം ഷെയർ ചെയ്യരുത്. നമുക്ക് സത്യം എന്ന് ബോധ്യപ്പെട്ടതല്ലാത്തതൊന്നും സ്റ്റാറ്റസ് വെക്കരുത്, ഷെയർ ചെയ്യരുത്. കാരണം നാം ചെയ്യലോടുകൂടി മറ്റൊരാൾക്ക് കളവ് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രചാരകരായി നമ്മൾ മാറുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തിന്മകൾ സ്റ്റാറ്റസ് വെക്കരുത്. അത് എത്ര ആള് കാണുന്നോ അതിന്റെ ഒക്കെ കുറ്റം നമുക്ക് കിട്ടും. അതുകൊണ്ട് നല്ല ഗൗരവത്തോടെ ശ്രദ്ധിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ നല്ല ശ്രദ്ധയുള്ളവരായി മാറണം എന്നുകൂടി കൂട്ടത്തിൽ ഉണർത്തി അള്ളാഹു ഈ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ബാങ്ക് കൊടുക്കാനായോ?